യുവജനങ്ങൾക്കിടയിൽ ലഹരിയുടെ കടന്നുവരവ് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വ്യാപകമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു ബദൽ? ഈ ലഹരിയിൽ നിന്ന് എങ്ങനെയാണ് യുവതലമുറയെ തിരിച്ചു നടത്തുക എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനൊക്കെ പകരം കായിക മേഖലയിൽ നിന്നുള്ള ആവേശകരമായ കാര്യങ്ങളൊക്കെ ലഹരിയുടെ ഭാഗമാക്കുക. അതാണ് ലഹരി. ക്രിക്കറ്റ് എന്നതൊരു ലഹരിയാക്കി മാറ്റി ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ. സ്കൂൾ തലം മുതൽ കായിക രംഗത്തേക്ക് കുട്ടികളെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ക്രിക്കറ്റ് പിച്ചുകളും കളിസ്ഥലങ്ങളും മൊബൈൽ സ്ക്രീനിൽ ഒതുങ്ങുന്ന സാഹചര്യം ഉടലെടുത്തോടെ ഇതിനൊരു പരിഹാരം എന്നോണമാണ് വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നത്. ഗ്രാമങ്ങളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിക്കറ്റ് എന്ന ഗ്ലാമർ കായിക വിനോദം പലപ്പോഴും കയ്യെത്തും ദൂരത്താണ്. ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് കാട്ടാക്കട അന്തിയൂർക്കോണം സ്വദേശിയായ സോനു എസ് പോൾ എന്ന യുവാവ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ക്രിക്കറ്റ് പരിശീലനത്തിനായി ഇറങ്ങിയത്. നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ സാധ്യത എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു പരിശ്രമം ഞാൻ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരിശീലന കേന്ദ്രത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ, തികച്ചും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ക്രിക്കറ്റ് പരിശീലനം നടത്തുന്നത്. ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വിജയ് മർച്ചൻ്റ് ട്രോഫി ക്യാമ്പ് വരെ എത്തിയിട്ടുള്ള കുട്ടികളും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള വനിതാ വിഭാഗത്തിലും ആൺകുട്ടികളുടെ വിഭാഗത്തിലും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഇവരുടെ കഴിവിനാവശ്യമായ പരിശീലനങ്ങൾ നൽകി ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിലേക്കായി ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പിന്തുണയും ഉറപ്പുവരുത്തും. സാധാരണക്കാരുടെ മക്കൾക്കുൾപ്പെടെ സാമ്പത്തികവും സാഹചര്യവും ഇല്ല എന്ന കാരണത്താൽ ക്രിക്കറ്റ് പരിശീലനം മന്യമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സോനുവിന്റെ നേതൃത്വത്തിലെ ഒരു കൂട്ടം യുവാക്കളുടെ ഈ ശ്രമം. ആഴ്ചയിൽ ഒരു ദിവസം രക്ഷിതാക്കളുടെ സഹായത്തോടെ വാടകയ്ക്കെടുത്തോ അല്ലാതെയോ ഒരുക്കി നൽകുന്ന ഇടത്താണ് പരിശീലനങ്ങൾ നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.